എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെറി ടൊമാറ്റോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു തൈര് കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് ഇതുപോലെ ഒരു മൺചട്ടിയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയുള്ളി അത് നീളത്തിൽ അരിഞ്ഞതാണ്, കറിവേപ്പില, ഒരു ചെറിയ പീസ് ഇഞ്ചി, 3-4 വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചതച്ചത് ചേർക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റിയ സമയത്ത് പച്ചമുളക് ഒരു 3-4 കൂടി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ മുളക് പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ചേർക്കണില്ല. അപ്പോൾ അതുകൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് തക്കാളി നല്ലപോലെ കഴുകിയത് ഒരു 10-15 എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ എണ്ണയിലൊന്ന് വാട്ടിയെടുക്കാം. ചെറിയ തക്കാളി ആയതുകൊണ്ട് തന്നെ നമ്മളിത് മുറിച്ചല്ല കേട്ടോ ഇടുന്നത്, അങ്ങനെ തന്നെ ഇടുന്നതാണ് നല്ലത്. കഴിക്കാനും അതാണ് കേട്ടോ ടേസ്റ്റ്. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് വേകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് മതി കേട്ടോ നമുക്ക് ഈ തക്കാളി ഒന്ന് വേവാനായിട്ട്. അപ്പോൾ അതൊരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി, നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഒരുപാട് വെന്തുടയണ്ട കേട്ടോ നമുക്ക് ഈ തക്കാളി, ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് തൈരാണ് കേട്ടോ. അപ്പോൾ 2 വലിയ കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഒരുപാട് പുളിയല്ല, ഏകദേശം മീഡിയം പുളിയുള്ള തൈര് ഒന്ന് മിക്സിയിൽ കറക്കി എടുത്തതാണ്. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല കേട്ടോ തൈരിൽ. എന്നിട്ട് ഇനി ഇത് തിളപ്പിക്കാൻ പാടില്ല, ഞാനിത് തീ അണച്ചിട്ടേക്കുവാണ് കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പിരിഞ്ഞു പോകും. ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും പിരിഞ്ഞു പോകും. നമുക്കിത് മതി. ഈ മൺചട്ടി ആയതുകൊണ്ട് അതിൻ്റെ ചൂടുകൊണ്ട് തന്നെ തൈരൊക്കെ ചൂടായിക്കോളും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടുണ്ട്. ഉപ്പില്ലെങ്കിൽ കുറച്ചൊരു ഉപ്പൊക്കെ ചേർത്തെടുക്കാം. ഇനിയിപ്പോൾ കടുക് താളിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകും ഉലുവയും പിന്നെ ചെറിയ കൊച്ചുള്ളി ഉണ്ടല്ലോ അത് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് കുറച്ച് മുളക് പൊടിയും ഉണക്കമുളകും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് താളിച്ച് കറിയിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഈ കറി. അപ്പോൾ ചെറിയ തക്കാളി കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.